കറിക്ക് രുചിയില്ലാത്തതിന് ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ചൊരു കേസിലേക്കാണ്. അങ്കമാലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കമാലി മീൻവിലാസം ഹോട്ടൽ ഉടമ മുഹമ്മദ് ഉവൈസാണ് ജീവനക്കാരനെ ആക്രമിച്ചത്. കൊല്ലം സ്വദേശിയായ ജീവനക്കാരന് പരിക്കേറ്റു. കിച്ചണിലെ കത്തിയും തവിയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത്തരം സംഭവങ്ങൾ ഈ ഹോട്ടലുകളിൽ കറിക്ക് രുചി കുറഞ്ഞെന്നും അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കാൻ വൈകിയെന്നൊക്കെ പറഞ്ഞ് ജീവനക്കാരും ഭക്ഷണം കഴിക്കാനെത്തുന്നവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു സാഹചര്യമാണ്. കറിക്ക് രുചി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമയാണ് ജീവനക്കാരനെ ആക്രമിക്കുന്നത്. ഈ ജീവനക്കാരൻ്റെ ആരോഗ്യനില എന്താണ്? മറ്റെന്തെങ്കിലും പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ? ജീവനക്കാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അതിനുശേഷമാണ് അയാൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അയാളുടെ വിശദമായ മൊഴിയെടുത്തു. പോലീസ് പറയുന്നത് ഈ ഉടമയും ജീവനക്കാരനും തമ്മിൽ കുറച്ച് നാളുകളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ചയായി മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ഈ പാർട്ട്ണർ കൂടിയാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഉബൈദ്. ഇതിന്റെ പാർട്ട്ണർ, ഈ സ്ഥാപനത്തിന്റെ ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണ് അവർ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അതിലൊരു ജീവനക്കാരനാണ് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷെഫ്. അപ്പോൾ ഇവർ തമ്മിൽ കുറെ നാളുകളായിട്ടുള്ള പ്രശ്നം, അതിന്റെ തുടർച്ചയായിട്ട് 19-ാം തീയതി രാത്രി 10 മണിയോടുകൂടി ഈ ഉടമ ഈ ഹോട്ടലിലേക്ക് വരികയും ഈ ജീവനക്കാരനോട് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞു. ആഹാരം ഉണ്ടാക്കി കൊടുത്തതിൽ കഴിക്കുമ്പോൾ അതിൽ ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇയാളോട് ആക്രോശിക്കുന്നു, ദേഷ്യപ്പെടുന്നു. പിന്നീട് വീണ്ടും ഈ ജീവനക്കാരൻ കിച്ചണിലേക്ക് പോയി വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നാലെ വന്ന ഈ ഉടമ ആദ്യം ഷട്ടിൽ പിടിക്കുകയും പിന്നീട് ആക്രമിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ ദേഹത്ത് കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. പിന്നീടാണ് കിച്ചണിൽ ഉണ്ടായിരുന്ന മറ്റ് വസ്തുക്കൾ, കത്തിയും അതോടൊപ്പം തന്നെ വലിയ തവിയൊക്കെ എടുത്ത് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് ഇയാൾ ആശുപത്രിയിലെത്തി. അവിടെ വെച്ച് ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി. പിന്നീട് ഇയാൾക്കെതിരെ പരാതി എടുക്കുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഉബൈദ് ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർക്കിടയിൽ നിന്ന ഒരു പ്രശ്നം, അവർക്കിടയിലുണ്ടായിരുന്ന തർക്കം തന്നെയാണ് പിന്നീട് അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഈ ഒരു ആക്രമണത്തെയും കണക്കാക്കുന്നത് പോലീസ്. നവമി, അതായത് ഈ കറിക്ക് രുചി കുറഞ്ഞു പോയി എന്നതൊരു കാരണം സൃഷ്ടിക്കുകയായിരുന്നോ ഈ ഹോട്ടൽ ഉടമ? മുൻ വൈരാഗ്യം അല്ലെങ്കിൽ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയൊരു ആക്രമണം അങ്ങനെ കരുതേണ്ടതാണോ? മാത്രമല്ല, ഇയാളുടെ ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ ഒരു സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഹോട്ടൽ ഉടമ? അത് തന്നെയാണ് ടോം. അതായത് പോലീസ് പറയുന്നതും മുൻ വൈരാഗ്യത്തിന്റെ ബാക്കിയായിട്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു വൈരാഗ്യത്തിന്റെ ബാക്കിയായിട്ട് അയാൾക്കെതിരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇയാളോട് ദേഷ്യപ്പെടാൻ ഒരു കാരണം കണ്ടെത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഉപ്പ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ആക്രമണം ഇയാൾ ഈ ജീവനക്കാരനോട് ചെയ്യുന്നത്. എന്തായാലും ഈ ഉടമയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ഇയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മലപ്പുറം സ്വദേശിയാണ്. ഇയാളുടെ പശ്ചാത്തലം ഇത്തരത്തിൽ നേരത്തെയും മറ്റ് ജീവനക്കാരോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. നിലവിൽ ഈ ജീവനക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഈ സ്ഥാപനത്തിന്റെ തന്നെ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. പാർട്ട്ണറുകളിൽ ഒരാളാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഉബൈദ്. മറ്റ് പാർട്ട്ണർമാരോടും ഒപ്പം മറ്റ് ജീവനക്കാരോടും വിശദമായിട്ടുള്ള മൊഴി എടുത്തതിന് ശേഷം അവരോടും ചോദിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ആക്രമണമായി കരുതേണ്ടതല്ലേ? പോലീസ് നിലവിൽ ഇയാൾ മാത്രമാണോ പ്രതിയായിട്ടുള്ളത്? ഈ രണ്ടുപേർ, അതായത് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് പറയുന്നു. മറ്റേ ഈ ഹോട്ടൽ ഉടമയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇരുവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിവുണ്ടായിരുന്നോ? അക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. നിലവിൽ ഇയാൾക്ക് എതിരെ മാത്രമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഈ ജീവനക്കാരൻ ഉൾപ്പെടെ ഉബൈദിനെതിരെ മാത്രമാണ് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അയാളാണ് തന്നെ ആക്രമിച്ചത്. കറിക്ക് ഉപ്പ് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ ആക്രമിച്ചതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. മറ്റ് പാർട്ട്ണർമാരെയും വിളിച്ചന്വേഷിക്കുന്നുണ്ട്. അവരോടൊക്കെ ഇതെന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള മുൻ വൈരാഗ്യം എന്നാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ശ്രമിച്ചിരുന്നു. ഇതെല്ലാം പോലീസ് വിശദമായി
പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒളിവിലായ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിലാണ് മീൻ വിലാസം എന്ന ഹോട്ടലിൻ്റെ ഉടമ മുഹമ്മദ് ഉബൈസ് ജീവനക്കാരനെ ആക്രമിച്ചത്. കൊല്ലം സ്വദേശിയായ ജീവനക്കാരന് സാരമായി പരിക്കേറ്റു. കിച്ചണിലെ കത്തിയും തവിയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഈ കറിക്ക് രുചി കുറഞ്ഞു പോയി, ഉപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. സംഭവത്തിൽ പോലീസ് പ്രതിക്ക് വേണ്ടി വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.